എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ലക്ഷണമൊത്ത ഒരു പാത്രിയാർക്കീസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നമുക്ക് പാത്രിയാർക്കീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ പാത്രിയാർക്കീസ് ഉണ്ട്. കേരളത്തിൽ ഏതാണ് നമ്മുടെ പാത്രിയാർക്കീസ് എന്ന് ചോദിച്ചാൽ ലക്ഷണമൊത്ത ഒരു പാത്രിയാർക്കീസ് കേരളത്തിലുണ്ട്. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഹെഡാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇത് കേട്ടിട്ട് യാക്കോക്കാരൊന്നും എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരരുത്. ഞാൻ നിഷ്പക്ഷമായ ഒരു വിശകലനമാണ് ഇവിടെ നടത്തുന്നത്, താത്വികമായ ഒരു അവലോകനമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതൊരു പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആ സഭയുടെ അധ്യക്ഷതയാണ് പാത്രിയാർക്കീസ്. ജൂറിസ്ഡിക്ഷൻ, ഗ്ലോബൽ ജൂറിസ്ഡിക്ഷനാണ് പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഡയസ്പോറയിൽ അദ്ദേഹത്തിന് ബിഷപ്പുകാരെ വാഴിക്കുകയോ ഡയോസിസ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. അതനുസരിച്ച് പാട്രിയാർക്കൽ അതോറിറ്റി എക്സർസൈസ് ചെയ്യുകയും അതിനെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഈ കഞ്ഞിക്കുഴിയിലെ സഭയുടെ അധ്യക്ഷൻ. കാരണം അദ്ദേഹം ലോകം മുഴുവൻ ഉള്ള സഭയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന്റെ അധികാരം എക്സർസൈസ് ചെയ്യുകയും എൻജോയ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സമയം തന്നെ പറഞ്ഞു വി ആർ എൻജോയിങ്. കാരണം ഇപ്പൊ അമേരിക്കൻ ഡയോസിസ് കഞ്ഞിക്കുഴിയുടെ കീഴിലാണ്. അത് എന്തൊരു മറിമായമാണ് നിങ്ങൾ ചിന്തിച്ചോ. കഞ്ഞിക്കുഴി ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലാണ് അമേരിക്കൻ ഡയോസിസ് ഇരിക്കുന്നത്. യു കെയിലെ ഡയോസിസ്, യൂറോപ്യൻ ഡയോസിസ് ഒക്കെ കഞ്ഞിക്കുഴിയുടെ കീഴിലാണ്, അതുപോലെ ഓസ്ട്രേലിയൻ ഡയോസിസ്. അപ്പോ സത്യത്തിൽ കഞ്ഞിക്കുഴിയിൽ ഒരു പാട്രിയാർക്കേറ്റാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ. അതായത് ഇനി സീറോ മലബാർ സഭയ്ക്ക് പാട്രിയാർക്കേറ്റ് അനുവദിച്ചാൽ പോലും ആ പാട്രിയാർക്കേറ്റിന് ഉണ്ടാകാനുള്ള അധികാരത്തെക്കാൾ കൂടുതൽ അധികാരവും ഇപ്പോൾ തന്നെയുള്ള ഒരു പൊസിഷനാണ് കഞ്ഞിക്കുഴി സഭയ്ക്കുള്ളത്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സീറോ മലബാർ സഭയ്ക്ക് പാട്രിയാർക്കേറ്റ് അനുവദിക്കുമ്പോൾ സീറോ മലബാർ സഭയിലെ അംഗങ്ങളുള്ള ലോകം മുഴുവൻ സ്വാഭാവികമായിട്ടും ആ പാട്രിയാർക്കേറ്റിന് ജൂറിസ്ഡിക്ഷൻ വരേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അമേരിക്കയിൽ ഒരു ഡയോസിസ് വെക്കാം, അവിടെ ഒരു ബിഷപ്പിനെ നിയമിക്കാം. സീറോ മലബാർ ഡയോസിസ് ഇവിടെ അവർക്ക് നാട്ടിലിരുന്ന്, അത് കാക്കനാട്ടിരുന്നോ കുറവലങ്ങാട്ടിരുന്നോ, ഇപ്പൊ ഇവരുടെ പാത്രിയാർക്ക സിംഹാസനം എവിടെയാണ് വെക്കുന്നത് അറിയത്തില്ല. ഒരുപക്ഷെ കാക്കനാട്ടായിരിക്കും, അല്ലെങ്കിൽ കുറവലങ്ങാട്ടായിരിക്കും. അപ്പൊ കാക്കനാട്ട് വെച്ചാലും കുറവലങ്ങാട്ട് വെച്ചാലും ആ കുറവലങ്ങാട്ടിരുന്നല്ല കാക്കനാട്ടിരുന്ന് ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ, ലോകം മുഴുവനുള്ള ഡയസ്പോറകളിലും ഡയോസിസുകൾ വെക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്റെ അറിവനുസരിച്ച് ഡയസ്പോറ ഡയോസിസ് റോമിന്റെ കീഴിലായിരിക്കും. ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. അപ്പൊ പരിമിതമാണ്, ലിമിറ്റഡ് അതോറിറ്റി ഉള്ളൂ. പക്ഷെ ഡയസ്പോറകളിലും അതോറിറ്റി സ്വതന്ത്രമായി എക്സർസൈസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പാട്രിയാർക്കേറ്റിനെയാണ് സീറോ മലബാർ സഭയ്ക്ക് കൊടുക്കുന്നെങ്കിൽ സീറോ മലബാറുകാർക്ക് ലോട്ടറി അടിച്ചു. അത് നല്ല കാര്യമായിരിക്കും. അപ്പൊ അതൊരു ശരിക്കും ആ സ്വാതന്ത്ര്യത്തെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെയാണ് കിട്ടാൻ പോകണമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും റോം അങ്ങനെ കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. മറിച്ച് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ഒരു ഫ്രീ എക്സർസൈസ് ചെയ്യുന്ന അതോറിറ്റി അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് സീറോ മലബാർ സഭയ്ക്ക് എന്നും വലിയൊരു നേട്ടവും എല്ലാ മലയാളികൾക്കും അഭിമാനവുമായിരിക്കും. എന്ന് പറഞ്ഞാൽ റോമിന്റെ അടിമമുഖം അവിടെ തകരും കംപ്ലീറ്റ് ആയിട്ട്. മനസ്സിലായോ? പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നതും അതോറിറ്റി എക്സർസൈസ് ചെയ്യുന്നതും ഇന്ത്യൻ ഓർത്തഡോക്സുകാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ സഭ എന്താണ്, എങ്ങനെയാണ് പോകുന്നത് മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇത് പുറത്തു പറയാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ വിഷമതാണ്. ഈ പാത്രിയാർക്കീസിനടുത്ത പദവിയും അധികാരവും ഒക്കെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എന്ത് ചെയ്യുന്നു? കാരണം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ തന്നെ അവരുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു. എക്സ്റ്റേണൽ അപ്രൂവലിന് പോകുന്നില്ല, അവർ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്, അവർക്ക് തന്നെയാണ് അതിന്റെ അധ്യക്ഷൻ. അപ്പൊ എല്ലാ തരത്തിലും ഒരു പാത്രിയാർക്കീസിന്റെ ഗുണഗണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ എല്ലാ ടെസ്റ്റും പാസ്സാവും. ആര്? ഇന്ത്യൻ ഓർത്തഡോക്സുകാർ. പക്ഷെ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ പാത്രിയാർക്കീസ് ആയിരിക്കുന്ന മാത്യൂസ് തൃതീയൻ ഒരു പ്രശ്നമുണ്ട്, രേഖയിലില്ല. ഇത് ഒരുമാതിരി രഹസ്യ വേഴ്ച എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു പാത്രിയാർക്കീസാണ്. കാര്യം ഗോപ്യമായിട്ട് എന്ന് പറഞ്ഞ ഒരു മോശമായ കാര്യമാണ്. അപ്പോ ഇന്ത്യൻ ഓർത്തഡോക്സുകാര് അവരുടെ അധ്യക്ഷൻ പാത്രിയാർക്കീസ് ആണെന്ന് പറയാൻ തയ്യാറാവണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ അവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്നെ ചേർക്കോന്ന് അറിയത്തില്ല, ചേർത്താലും ചേർത്തില്ല, ഞാനാ കൂടെ കൂടും. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു പാത്രിയാർക്കേറ്റ് വന്നു, നമ്മുടെ നാട്ടിൽ നിന്നൊരു സഭ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. പക്ഷെ ഇതിപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രിയാർക്കീസിന്റെ എല്ലാ അധികാരവും അവർ എക്സർസൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടപ്പിൽ വരുത്തുന്നുമുണ്ട്. പക്ഷെ പാത്രിയാർക്കീസ് ആണെന്ന് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ. അതിന് ചുമ്മാ കാതോലിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് കാതോലിക്ക? പാത്രിയാർക്കീസ് ആണ്. സീറോ മലബാറിനെ പാത്രിയാർക്കീസിനെ ഇറക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പേലും ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ പാത്രിയാർക്കീസിനെ നീറ്റിലിറക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി
നമ്മളാണ് ഇത്രയും വലിയൊരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റിനെ ബിഷപ്പിനെ നിയമിക്കുന്നു. നമുക്ക് ഈവൻ സൗദിയിലോട്ട് പോലും നമ്മുടെ മിലിത്യോസിനെ ഇടക്കിടക്ക് അയക്കുന്നു. മിലിത്യോസ് പാന്റ് ഷർട്ട് ഇട്ടാ അല്ല ജുബ ഇട്ടാ പോകുന്നത് സൗദിയിൽ. അങ്ങനെ ഒളിച്ചും പാത്തുവാണെങ്കിലും മിലിത്യോസ് പോകുന്നു. മിലിത്യോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മണ്ണുത്തിലെ രായൻ തിരുമേനി. അപ്പൊ രായൻ തിരുമേനി പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലാണ്. കഞ്ഞിക്കുഴിയിൽ ഒരു പാത്രിയാർക്കീസ് ആണ് ഇരിക്കുന്നത്. പക്ഷെ അത് പാത്രിയാർക്കീസ് ആണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെയും ബഹുമാനപ്പെട്ട കോടതിയെയും അറിയിക്കണം. മനസ്സിലായോ? അറിയിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ പാത്രിയാർക്കീസ്, കാരണം പാട്രിയാർക്കേറ്റ് ആണ് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ നിങ്ങൾ അറിയിച്ചു കഴിയുമ്പോൾ അടുത്ത നിമിഷം നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന പള്ളികളെല്ലാം യാക്കോബക്കാർക്ക് പോകും. പിന്നെ പള്ളി ഒന്നും ഇല്ലാത്ത ഒരു പാത്രിയാർക്കീസ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ ഇതിനകത്തെ കെണി എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ മിണ്ടാതിരിക്കുന്നത് പാത്രിയാർക്കീസ് ആണെന്ന്. അപ്പൊ പാത്രിയാർക്കീസ് ആണെന്ന് അവർക്കും അറിയാം, അവർ പാത്രിയാർക്കീസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നും അവർക്കറിയാം, ഇത് പണി നടത്തുന്നതെന്നും അവർക്കറിയാം. അപ്പന്റെ കുപ്പായ വിട്ടാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പുറത്തു മിണ്ടാൻ മേല. മനസ്സിലായോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? അത് എന്തൊരു കഷ്ടമെന്ന് ഓർക്കണം. അതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് പാത്രിയാർക്കീസ് ഉണ്ട്. കാരണം വംശത്തലയൻ ആണ് പാത്രിയാർക്കീസ് ഉണ്ട്. നിങ്ങളുടെ വംശം നിങ്ങൾ തന്നെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. എക്സ്റ്റേണൽ അപ്രൂവൽ വേണ്ട. ഓൾ അതോറിറ്റീസ് യു ആർ എക്സർസൈസിങ് ഓൾ അതോറിറ്റി. നിങ്ങളുടെ ബാബയുടെ പേര് ഭാഷയിൽ പറഞ്ഞാൽ വി ആർ എൻജോയിങ് ഇറ്റ് എന്നാണ്. അപ്പൊ അദ്ദേഹം ഇത് എൻജോയ് ചെയ്യാണ്. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തിത് പറയാൻ പറ്റാത്ത ഒരു വശക്കേട്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ എന്ത് കഷ്ടനഷ്ടം സഹിച്ചാലും നമ്മൾ പാത്രിയാർക്കേറ്റ് സ്ഥാപിക്കണം കഞ്ഞിക്കുഴി. കാരണം പാട്രിയാർക്കേറ്റ് സ്ഥാപിക്കാതെ ഞങ്ങളുടെ പാത്രിയാർക്കീസ് അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ആണ് ഭരണഘടനയിൽ എഴുതി വെക്കുകയും തുപതനിൽ വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ നാട്ടിലെ ബഹുജനത്തിന്റെയും ബഹുമാനപ്പെട്ട നീതി ന്യായ പീഠങ്ങളുടെയും കണ്ണിൽ പൊടിയിടുകയാണ്. എന്തൊരു വഞ്ചനയാണ് IOC ചെയ്യുന്നതെന്നറിയോ? അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അവരൊരു പാത്രിയാർക്കേറ്റിന്റെ എല്ലാ ഘടനാ സ്വഭാവ വിശേഷങ്ങളും ഇന്ത്യൻ, ഞാനിത് കളിയാക്കുന്നല്ല, റിയൽ ആയിട്ടും ഉണ്ട്. ഒരു പാട്രിയാർക്കേറ്റ് ആണ് കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്നത്. കാരണം ഡയസ്പോറ ഡയോസിസ് പോലും നിങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കഥാപ്രസംഗം പറയുന്ന അച്ഛന്റെ ക്ലിപ്പ്, പഴയ ക്ലിപ്പാ, ഇപ്പൊ വീണ്ടും ഇങ്ങനെ വരികയാണ്. അപ്പൊ അദ്ദേഹം അമേരിക്കൻ ഡയോസിസിനെ പാത്രിയാർക്കീസ് ആദ്യം മുതലേ എങ്ങനെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാണ് ഒരു പേരിട്ട്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയല്ല. നേരത്തെ അങ്ങനെയായിരുന്നു പേര്. ഇപ്പൊ അവര് സുറിയാനി ഓർത്തഡോക്സ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് സ്ഥാനം മാറ്റി എന്തെങ്കിലും ആട്ട്. ഈ സഭയുടെ 1934 ഭരണഘടനയുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? 1934 ഭരണഘടനയ്ക്ക് അമേരിക്കയിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? യൂറോപ്പിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? ഓസ്ട്രേലിയയിൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? നിങ്ങൾ പറ. അപ്പൊ 1934 ഭരണഘടനയൊക്കെ ഓവർ റൈഡ് ചെയ്ത് അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ സംഭവമാണ് ഈ IOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനേക്കാളൊക്കെ വലിയൊരു സംഭവമാണ്. അപ്പോ ലോകം മുഴുവൻ ഭരണഘടനാ ഇതരമായി അധികാരം കൈയാളുന്ന വലിയൊരു അധികാര കേന്ദ്രമാണ് കഞ്ഞിക്കുഴിയിലെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അതൊരു പാട്രിയാർക്കേറ്റ് ആണ്. ഞാൻ വീണ്ടും പറയും, ഞാനതിന് ട്രോളെന്നോ കളിയാക്കുന്നോ അല്ലാണ്. പക്ഷെ അത് പുറത്തങ്ങ് പറഞ്ഞാൽ മതി. അത് പുറത്ത് നിങ്ങൾ പറയുന്നതോടുകൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യാക്കോബക്കാരെ ഒറ്റ സെക്കൻഡിൽ സ്വതന്ത്രരാകും. കാര്യം ഇത് പുരാതനമായി മലങ്കരയിൽ നിലനിന്ന അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള അജഗണത്തിന്റെ ഔദ്യോഗികമായ നിയമപരമായ അധ്യക്ഷൻ താനാണെന്നാണ് ഇദ്ദേഹം കോടതി കേസ് വാദിച്ച് ജയിച്ചിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇത് സ്വതന്ത്ര പാട്രിയാർക്കേറ്റ് ആണെന്ന് ഇവര് ഏറ്റുപറയുന്ന അടുത്ത സെക്കൻഡിൽ യാക്കോബക്കാർ സ്വതന്ത്രരായി. കാരണം അവർക്ക് അവരുടെ പൂർവികമായ അപ്പോസ്തോലിക സിംഹാസനത്തിന്റെ കീഴിൽ നിലനിൽക്കാനും അവർക്ക് പൂർവികമായി ലഭിച്ചിട്ടുള്ള പള്ളികളും സെമിത്തേരികളും ഒക്കെ തിരികെ കൈവശമാക്കാനുള്ള അവസരം ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അസോസിയേഷൻ നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ഏത് ജൂറിസ്ഡിക്ഷനാണ്? അത് 1934 അനുസരിച്ചാണോ? അതെങ്ങനെയാ അവിടെ വന്നേ? അപ്പൊ ഇത് മറ്റൊരു എൻറ്റിറ്റിയാണ്.
This is entirely a different entity. Indian Orthodox Church is a different entity. അപ്പൊ സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആണ് ഈ സഭയുടെ പ്രധാന അധ്യക്ഷൻ എന്നും ഞങ്ങൾ അതിലെ ഒരു വിഭാഗം മാത്രമാണെന്നും ഭരണഘടനയിൽ രേഖപ്പെടുത്തുകയും ആ ഭരണഘടന വെച്ച് കോടതിയിൽ വാദിച്ച് അതിനെ സമർത്ഥിച്ച് പുരാതനമായ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കീഴിൽ നിലനിന്നിട്ടുള്ള ഇടവക പള്ളികളും അനുബന്ധ സ്വത്തുക്കളും തങ്ങളുടെ വരുതിയിലും നിയന്ത്രണത്തിലും ആക്കി വെക്കുവാനുള്ള വിധി സമ്പാദിക്കുകയും ചെയ്ത കോട്ടയം കഞ്ഞിക്കുഴി വിഭാഗം സത്യത്തിൽ ഒരു സ്വതന്ത്ര പാത്രിയർക്കീസാണ്, സ്വതന്ത്ര പാട്രിയാർക്കേറ്റാണ്. ഇത് പുറത്തു പറയാൻ പറ്റുന്നില്ല, അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതായത് ഈ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നപ്പം ഈ തൃശ്ശൂര് കുറെ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. എനിക്ക് പരിചയമുള്ള ഒരാൾ കുറെ ആളുകളെ പരിചയപ്പെടുത്തി. അപ്പം ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പരിചയപ്പെടലൊക്കെ കഴിഞ്ഞുകൊണ്ട് മാറിയപ്പോഴേക്കും ഒരു പാവപ്പെട്ടവൻ അവിടെ ചെറിയൊരു പീഡിക മുറിയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം വർത്താനൊക്കെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ ED റെയ്ഡിൽ 100 കോടി പിഴ കിട്ടിയിട്ടിരിക്കുന്ന ആളാന്ന് പറഞ്ഞു. 100 കോടി രൂപ പിഴ അടച്ച ആളായിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു പാവത്താൻ ഇരിക്കുന്ന പോലെ തോന്നുക. അങ്ങനെയല്ല, ഇത് വലിയ സംഭവമാണ്. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ മനസ്സിലാക്കണം, നിങ്ങളുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തായി മൂന്നാമൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ സാധനം എന്ന് പറഞ്ഞാൽ ഈ തട്ടിൽ പിതാവിന്റെ ഇതിനൊക്കെ വലിയ സാധനമാണ്. കാരണം തട്ടിൽ പിതാവ് ഒപ്പിക്കാൻ വേണ്ടി നടക്കുന്നേ ഉള്ളൂ. ഇതാണോ ഇത് ലോകം മുഴുവൻ സ്വാതന്ത്ര്യം. ഇപ്പൊ തട്ടിൽ പിതാവിന് തട്ടിൽ പിതാവിനല്ല, സീറോ മലബാർ സഭയ്ക്ക് ഇപ്പൊ ആരാകാൻ പോണെന്ന് അറിയത്തില്ല. പാത്രിയർക്കീസ് കിട്ടിയാൽ തന്നെ ഡയസ്പോറകളിൽ ഡയോസിസ് വെക്കാനെന്നുള്ള അധികാരം കിട്ടത്തില്ല. ലിമിറ്റഡ് ആൻഡ് കൺട്രോൾഡ് ആണ്. പക്ഷെ ഇത് അൺലിമിറ്റഡ് ആൻഡ് അൺകൺട്രോൾഡ് അതോറിറ്റി എക്സർസൈസ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന കഞ്ഞിക്കുഴി സഭ അവിടെ നിൽക്കുന്നു. ഈ പറഞ്ഞ കൂത്താട്ടുകുളം അല്ലല്ലോ, കുറവലങ്ങാട് സഭ അവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് കഞ്ഞിക്കുഴി സഭയാണ് കുറവലങ്ങാട് സഭയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. അവർക്ക് സ്വതന്ത്ര പാട്രിയാർക്കീസ് ആണ്. പക്ഷെ നമ്മളത് പറയണം, ഇത് സ്വതന്ത്ര പാട്രിയാർക്കേറ്റ് ആണെന്ന്. ഒരു സ്വതന്ത്ര പാട്രിയാർക്കേറ്റ് ആണ്. സത്യമായിട്ടും ഞാൻ പറയണം. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ജന്മനാടിനടുത്താണ് ഈ കഞ്ഞിക്കുഴി. ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരു സൈക്കിൾ എടുത്ത് അവിടെ 20 മിനിറ്റ് കൊണ്ടല്ല. അവിടെ എന്റെ പൊന്നെ അവിടെ ഒരു പാട്രിയാർക്കേറ്റും മറ്റും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പാട്രിയാർക്കേറ്റ് ആക്കണം. പിന്നെ വേറെ പള്ളികളെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. മനസ്സിലായോ? അപ്പം പാട്രിയാർക്കേറ്റ് മനസ്സിലായി. ഇവരുടെ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പെട്ടിരിക്കുന്ന വൈതരണി എന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അവര് സത്യത്തിൽ പാട്രിയാർക്കേറ്റ് ആണ്, പക്ഷെ അവർക്കത് പുറത്തു പറയാൻ മേല. പാട്രിയാർക്കേറ്റ് ആയിട്ടാണ് അവർ അതോറിറ്റീസ് എക്സർസൈസ് ചെയ്യുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്.